ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കുള്ള കഥ സിംഹവും എലിയും. ഒരു ദിവസം ഒരു സിംഹം കാട്ടിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. അവന്റെ സമീപത്ത് ഒരു ചെറിയ എലി ഓടുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. എലിക്ക് കൗതുകം തോന്നി, സിംഹത്തെ അടുത്തു കാണുമെന്നു തോന്നി. അവൻ സിംഹത്തിന്റെ മുതുകിൽ കയറി തന്റെ മേനിയിൽ ഇക്കിളിയിടാൻ തുടങ്ങി. അലർച്ചയോടെ ഉണർന്ന സിംഹം തന്റെ പുറകിൽ എലിയെ കണ്ടു. അവൻ വളരെ രോഷാകുലനായി തന്റെ കൈകൊണ്ട് എലിയെ പിടിച്ചു. ദയവായി ഞാൻ പോകട്ടെ മിസ്റ്റർ ലയൺ, എലി യാചിച്ചു. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല, എനിക്ക് ആകാംക്ഷ മാത്രമായിരുന്നു. ദയവായി എന്നെ ഉപദ്രവിക്കരുത്, പോകാൻ അനുവദിക്കൂ. ഒരു ദിവസം ഞാൻ നിങ്ങളെ തിരികെ സഹായിക്കാം. എലിയുടെ വാക്കുകൾ കേട്ട് സിംഹം ചിരിച്ചു. നീയോ എന്നെ സഹായിക്കൂ? നിന്നെപ്പോലുള്ള ഒരു ചെറിയ എലിക്ക് എന്നെപ്പോലെയുള്ള സിംഹത്തെ എങ്ങനെ സഹായിക്കും? നീ എനിക്ക് ഒരു ലഘുഭക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. എലിയെ തിന്നാൻ വാ തുറന്നു. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഒരു വേട്ടക്കാരനാണ് സിംഹത്തിന് കെണിയൊരുക്കിയത്. കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു വല ഒളിപ്പിച്ച് അതിൽ സിംഹം വീഴുന്നതും കാത്തിരുന്നു. വലയിൽ ചവിട്ടിയ ഉടനെ സിംഹം കുടുങ്ങി. അവന് അനങ്ങാൻ കഴിയില്ല. അവൻ അലറുകയും മല്ലിടുകയും ചെയ്തു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. വേട്ടക്കാരൻ തോക്കുമായി അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. താൻ വലിയ കുഴപ്പത്തിലാണെന്ന് സിംഹത്തിന് മനസ്സിലായി. സിംഹത്തിന്റെ അലർച്ച കേട്ട എലി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു. അയാൾക്ക് സിംഹത്തോട് സഹപം തോന്നി. അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. വലയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൂർത്ത പല്ലുകൾ കൊണ്ട് അത് കടിച്ചുവലിക്കാൻ തുടങ്ങി. അവൻ വലയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി, പിന്നീട് ഒരു വലിയ ദ്വാരം ഉണ്ടാക്കി. അവൻ വേഗത്തിൽ പ്രവർത്തിച്ചു. താമസിയാതെ സിംഹത്തെ കെണിയിൽ നിന്ന് മോചിപ്പിച്ചു. സിംഹം ആശ്ചര്യപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിച്ചതിന് എലിയോട് നന്ദി പറഞ്ഞു. ചുണ്ടെലിയെ വലിപ്പം വെച്ച് വിലയിരുത്തുന്നത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു ചെറിയ സുഹൃത്ത് പോലും വലിയ സഹായമാകുമെന്ന് അവൻ മനസ്സിലാക്കി. കഥയുടെ ധാർമ്മികത ഇതാണ്: ആരെയും അവരുടെ രൂപം കൊണ്ട് വിലകുറച്ച് കാണരുത്. എല്ലാവർക്കും വാഗ്ദാനം ചെയ്യാൻ വിലപ്പെട്ട എന്തെങ്കിലും ഉണ്ട്. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, ഇതൊരു ഉറുമ്പിന്റെയും പുൽച്ചാടിയുടെയും കഥയാണ്. ഒരു വേനൽക്കാല ദിവസം ഒരു ഉറുമ്പ് വയലിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ശീതകാലത്തേക്ക് ആവശ്യമായ ഭക്ഷണം സൂക്ഷിക്കാൻ അവൻ ഗോതമ്പ് ധാന്യങ്ങൾ തന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വഴിയിൽ ഒരു പുൽക്കൊടിയിൽ ഒരു പുൽച്ചാടി പാട്ടുപാടിയും വയലിൻ വായിച്ചും ആസ്വദിച്ചിരിക്കുന്നത് അവൻ കണ്ടു. പുൽച്ചാടി ഉറുമ്പിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത്? വന്ന് എന്നോടൊപ്പം ചേരൂ. നമുക്ക് ആസ്വദിക്കാം. എത്ര മനോഹരമായ ദിവസമാണ്, സൂര്യൻ തിളങ്ങുന്നു, പക്ഷികൾ പാടുന്നു. ഉറുമ്പ് പറഞ്ഞു, ഇല്ല നന്ദി, എനിക്ക് ജോലി ചെയ്യണം. ശീതകാലം ഉടൻ വരുന്നു. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് ദിവസം മുഴുവൻ പാടാനും കളിക്കാനും കഴിയില്ല. തണുപ്പ് വന്നാൽ വിശക്കും. പുൽച്ചാടി പറഞ്ഞു, ശീതകാലത്തെക്കുറിച്ച് ഇപ്പോ വിഷമിക്കേണ്ട. അത് എത്ര അകലെയാണ്. വയലിൽ ധാരാളം ഭക്ഷണമുണ്ട്. വേനൽക്കാലം നീണ്ടുനിൽക്കുമ്പോൾ ആസ്വദിക്കൂ. ഇങ്ങനെ ജോലി ചെയ്ത് വെറുതെ ജീവിതം പാഴാക്കരുത്, ഉറുമ്പ് തലകുലുക്കി പറഞ്ഞു. പുൽച്ചാടി, നീ വിഡ്ഢിയാണ്. ഒരിക്കൽ ഇതിനുള്ളത് നിങ്ങൾ അനുഭവിക്കും. അവൻ തന്റെ ജോലി തുടർന്നു. പുൽച്ചാടിയെ അവഗണിച്ചു. പുൽച്ചാടി തോളിൽ കുലുക്കി പറഞ്ഞു, ഉറുമ്പാ, നീയൊരു ബോറനാടാ. നിനക്ക് രസിക്കാൻ അറിയില്ല. അവൻ തന്റെ പാട്ടും കളിയും തുടർന്നു. വേനൽക്കാലം ആസ്വദിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ശീതകാലം വന്നു. വയലുകൾ മഞ്ഞും അസും കൊണ്ട് മൂടിയിരുന്നു. ഭക്ഷണമൊന്നും കണ്ടെത്താനായില്ല. ഉറുമ്പ് അവന്റെ കൂട്ടിൽ ചൂടും സുഖവുമായിരുന്നു. വസന്തകാലം തീരും വരെയുള്ള മതിയായ ഭക്ഷണം ഉണ്ടായിരുന്നു. പുൽച്ചാടിക്ക് തണുപ്പും വിശപ്പും കൂടിക്കൂടി വന്നു. അവന് ഭക്ഷണവും പാർപ്പിടവും ഇല്ലായിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ നോക്കി അവൻ പാടത്ത് മൊത്തം കറങ്ങി നടന്നു. അവസാനം ഉറുമ്പിന്റെ കൂട് കണ്ട് അവൻ വാതിലിൽ മുട്ടി. അവൻ പറഞ്ഞു, ദയവായി മിസ്റ്റർ ഉറുമ്പ്, എന്നെ അകത്തേക്ക് സ്വീകരിക്കൂ. ഞാൻ തണുത്തുറയുന്നു, പട്ടിണിയാണ്. എനിക്ക് കുറച്ച് ഭക്ഷണം നൽകാമോ? ഉറുമ്പ് വാതിൽ തുറന്നു പറഞ്ഞു, പുൽച്ചാടി, നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വേനൽക്കാലത്ത് ജോലി ചെയ്യുമ്പോൾ നീ എവിടെയായിരുന്നു?
ഞാൻ ചൂടിൽ അധ്വാനിക്കുമ്പോൾ നീ പാടുകയും കളിക്കുകയും ചെയ്തു. ഞാൻ ശീതകാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടും നിങ്ങൾ കേട്ടില്ല. മുഴുവൻ സമയം വിനോദത്തിന് ഗെയിമുകൾക്കുമായി പാഴാക്കി. ഇപ്പോൾ നോക്കൂ. പുൽച്ചാടി പറഞ്ഞു. ക്ഷമിക്കണം മിസ്റ്റർ ഉറുമ്പ്, എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ ചെയ്തപോലെ ഞാനും പ്രവർത്തിക്കേണ്ടതായിരുന്നു. ദയവായി എന്നോട് ക്ഷമിക്കൂ, എന്നെ സഹായിക്കൂ. ഉറുമ്പിന് പുൽച്ചാടിയോട് സഹതാപം തോന്നി. കുഴപ്പമില്ല പുൽച്ചാടി, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നീ ഒരു തെറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. വരൂ, ഞാൻ കുറച്ച് ഭക്ഷണം പങ്കിടാം. എന്നാൽ അടുത്ത വേനൽക്കാലത്ത് നിങ്ങൾ ജോലി ചെയ്യണം. എന്നോടൊപ്പം ശീതകാലത്തേക്ക് കുറച്ച് ഭക്ഷണം സൂക്ഷിക്കുക. പുൽച്ചാടി പറഞ്ഞു. നന്ദി മിസ്റ്റർ ഉറുമ്പ്, നിങ്ങൾ വളരെ ദയുള്ള ആളാണ്. നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ ചെയ്യും. അടുത്ത വേനൽക്കാലത്ത് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ശൈത്യകാലത്തേക്ക് കുറച്ച് ഭക്ഷണം സൂക്ഷിക്കുകയും ചെയ്യും. ഉറുമ്പും പുൽച്ചാടിയും സുഹൃത്തുക്കളായി ഭക്ഷണം പങ്കിട്ടു. പുൽച്ചാടി ഉറുമ്പിനു വേണ്ടി വയലിൻ വായിച്ച് അവനെ സന്തോഷിപ്പിച്ചു. കഥയുടെ ധാർമ്മികത ഇതാണ്: ഇന്ന് പ്രയത്നിച്ചാൽ നാളെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാം. അലസവും അശ്രദ്ധയും കാണിക്കരുത്, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കും. വരൂ, നമുക്ക് അടുത്ത കഥയിൽ കാണാം. നന്ദി. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ കഥ ഇതാണ്. ഒരു മരത്തിൽ നിന്ന് വിലപ്പെട്ട ഒരു പാഠം പഠിക്കുന്ന താര എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ഇത്. തുടങ്ങാം. താര തന്റെ വീടിന്റെ അടുത്തുള്ള കാട്ടിൽ കൂട്ടുകാരുടെ കൂടെ ഓടിക്കളിക്കാനും പൂക്കൾ പറിക്കാനും കാട്ടിലെ മറ്റു ശബ്ദങ്ങൾ കേട്ട് രസിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വനവുമായും അതിലെ മറ്റു ജന്തുജാലങ്ങളുമായും അവൾക്ക് ഒരു പ്രത്യേക സ്നേഹബന്ധം തോന്നിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു മധ്യഭാഗത്തായി നിൽക്കുന്ന ഒരു വലിയ പഴയ ആൽമരത്തോട്. വൃക്ഷത്തിന് ധാരാളം ശാഖകളും വേരുകളും ഉണ്ടായിരുന്നു. അത് എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു, പ്രകൃതിദത്തമായ ഒരു മേലാപ്പും മൃഗങ്ങൾക്ക് അഭയവും സൃഷ്ടിച്ചു. ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു അതിനോട് സംസാരിക്കാൻ താരയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് അവളെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് അവൾ സങ്കൽപ്പിച്ചു. കൂട്ടുകാർ ഗൃഹപാഠത്തിന്റെ തിരക്കിലായതിനാൽ ഒരു ദിവസം താര തനിച്ച് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. മരത്തിന്റെ പുറംതൊലിയിൽ നിന്ന് എന്തെങ്കിലും കൊത്തിയെടുക്കാമെന്ന് കരുതി അവൾ ഒരു കത്തിയും കൊണ്ടുവന്നു. മരത്തിന് ഇത്രയധികം തടി ഉണ്ടായിരുന്നതിനാലും എല്ലാം തന്നെ പഴകിയതിനാലും ആ മരം ഒന്നും കാര്യമാക്കില്ലെന്നു അവൾ കരുതി. അവൾ കാട്ടിലെത്തി പതിവുപോലെ മരത്തോട് കുശലം പറഞ്ഞു. എന്നിട്ട് അവൾ കത്തി എടുത്ത് ഒരു വേരിൽ നിന്ന് ഒരു പുറംതൊലി മുറിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ അവളൊരു നേർത്ത ശബ്ദം കേട്ടു. ദയവായി മുറിക്കൽ നിർത്തൂ കുട്ടി, നീ എന്നെ ഉപദ്രവിക്കുവാണ്. താര ഞെട്ടി ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവൾ അതൊരു തോന്നൽ ആണെന്ന് കരുതി പുറംതൊലി മുറിക്കുന്നത് തുടർന്നു. ആ ശബ്ദം വീണ്ടും കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു. ദയവായി നിർത്തൂ കുട്ടി, നീ എന്നെ ഒത്തിരി ഉപദ്രവിക്കുവാണ്. മരത്തിൽ നിന്നു തന്നെയാണ് ശബ്ദം വരുന്നതെന്ന് താര തിരിച്ചറിഞ്ഞു. അവൾക്ക് കുറ്റബോധവും ഭയവും തോന്നി. കത്തി താഴെയിട്ടു അവൾ പറഞ്ഞു. ക്ഷമിക്കണം മരമേ, നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, മരം പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. നിങ്ങൾ എന്നെ മുറിക്കുമ്പോൾ എനിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ എല്ലാരെയും പോലെ, താര പറഞ്ഞു. എന്നാലും നീയെന്താ നേരത്തെ ഒന്നും എന്നോട് സംസാരിക്കാതെ ഇരുന്നത്? മരം പറഞ്ഞു. കേൾക്കാൻ മനസ്സുള്ളവരോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയൂ. അവർക്കേ എന്നെ കേൾക്കാൻ കഴിയൂ. മിക്ക ആളുകളും പ്രകൃതിയെ ശ്രദ്ധിക്കുന്നില്ല. അവർ അതിനെ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ഒരു വിഭവമായോ നീക്കം ചെയ്യേണ്ട ഒരു തടസ്സമായോ മാത്രമാണ് കാണുന്നത്. അവർ അതിന്റെ സൗന്ദര്യത്തെ മാനിക്കുകയോ വിലമതിക്കുകയോ ചെയ്യുന്നില്ല. പ്രകൃതിയിലെ എല്ലാം പരസ്പരബന്ധിതവും പരസ്പരാശ്രിതവുമാണെന്നും അതിന്റെ ഒരു ഭാഗത്തെ ദോഷകരമായി ബാധിക്കുന്നത് മുഴുവൻ ഭാഗങ്ങളെയും ദോഷകരമാക്കുമെന്നു അവർ മനസ്സിലാക്കുന്നില്ല, താര പറഞ്ഞു. അത് ഭയങ്കരമാണ്. ആളുകൾക്ക് എങ്ങനെ ഇത്ര അജ്ഞരും സ്വാർത്ഥരുമാകും? മരം പറഞ്ഞു. അവർ ദുഷ്ടരല്ല കുട്ടി.
അവർ വഴിതെറ്റിയവരും അറിവില്ലാത്തവരും ആയി മാറിയതാണ്. അവർ പ്രകൃതിയെ ശത്രുവോ അടിമയോ ആയി കാണാതെ മിത്രമായും ഗുരുവായും കാണാൻ പഠിക്കണം. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം. താര പറഞ്ഞു, അവർ എങ്ങനെ പഠിക്കും? മരം പറഞ്ഞു, പ്രകൃതിയുടെ ശബ്ദം ശ്രവിച്ചും അതിന്റെ ജ്ഞാനം പിൻപറ്റിയും അതിന്റെ യോജിപ്പും സന്തുലിതാവസ്ഥയും അതിന്റെ സർഗാത്മകതയും പ്രതിരോധശേഷിയും നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ ആവശ്യങ്ങൾ പരിചരിച്ചും അവകാശങ്ങൾ സംരക്ഷിച്ചും. താര പറഞ്ഞു, അത് അത്ഭുതകരമായി തോന്നുന്നു. എന്നാൽ പ്രകൃതിയുടെ ശബ്ദം ഞാൻ എങ്ങനെ കേൾക്കും? അതിന്റെ ജ്ഞാനം എങ്ങനെ പിന്തുടരും? മരം പറഞ്ഞു, നിനക്ക് ഇതിനുള്ള കഴിവ് ഇതിനകം ഉണ്ട് കുഞ്ഞേ. നീ അതിനെ ഉണർത്തി വളർത്തിയാൽ മതി. നിങ്ങളുടെ കണ്ണും കാതും മനസ്സും ഹൃദയവും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും അവബോധവും തുറക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം സ്വീകാര്യനും ജിജ്ഞാസയും വിനയവും നന്ദിയും അനുകമ്പയും ഉള്ളവനും ആവാൻ അവർ മനസ്സിനെ നന്മയുള്ളതാക്കണം. ഓരോ നിന്നെപ്പോലുള്ള കുട്ടികളെപ്പോലെ. താര പറഞ്ഞു, എനിക്ക് അങ്ങനെയാകണം. പ്രകൃതിയുടെ ശബ്ദം കേൾക്കാനും അതിന്റെ ജ്ഞാനം പിന്തുടരാനും ഞാൻ ആഗ്രഹിക്കുന്നു. മരം പറഞ്ഞു, എങ്കിൽ നീ നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് വെച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് പഠിച്ചത് പരിശീലിക്കുക എന്നതാണ് അടുത്ത പടി. ന്യായമായ കാരണമില്ലാതെ കാട്ടിലോ മറ്റെവിടെയെങ്കിലുമോ ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കരുത്. പാഴാക്കുകയോ നശിപ്പിക്കുകയോ അരുത്. ഒരു നല്ല ലക്ഷ്യവുമില്ലാത്ത പ്രകൃതി വിഭവങ്ങളോ അല്ലെങ്കിൽ ഉത്പന്നങ്ങളോ ആവശ്യമുള്ളതിലും കൂടുതൽ എടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിൽ പ്രകൃതിയുടെ സാന്നിധ്യമോ സ്വാധീനമോ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. അതെല്ലാം ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് താര പറഞ്ഞു. മരം പറഞ്ഞു, അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ഇന്ന് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. താര പറഞ്ഞു, മരമേ, നീ എന്നെയും വളരെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ആ വൃക്ഷം പറഞ്ഞു, എങ്കിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. അങ്ങനെ അവൾ സന്തോഷത്തോടെ അവിടുന്ന് തിരിഞ്ഞു നടന്നു. കഥയുടെ ധാർമ്മികത ഇതാണ്. നമ്മളെ അറിയാനും സ്വന്തമായി നമുക്കൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മരങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളും എന്ന് തിരിച്ചറിഞ്ഞു സ്നേഹത്തോടെ നാം ജീവിക്കണം. പ്രകൃതിയുടെ ജ്ഞാനത്തിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും നാം പഠിക്കണം. നമ്മളെ തന്നെ സ്നേഹിക്കുന്നതുപോലെ അതിനെ സ്നേഹിക്കുകയും വേണം. അപ്പോ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാം. ഇനിയും ഇതുപോലെയുള്ള നല്ല കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഫോളോ ചെയ്യുക.